സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ പറയുന്നത് പോലെ കൊച്ചി മെട്രോ നഷ്ടത്തിലാണോ ഓടുന്നത്? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ കണക്കുകൾ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനങ്ങളിലൊന്നായ കൊച്ചി മെട്രോ പ്രതിമാസം 35 കോടി രൂപ നഷ്ടത്തിലാണെന്നാണ് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ വെച്ച ധവളപത്രം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ നഷ്ടക്കണക്കിന് വിശദാംശങ്ങൾ ധവളപത്രത്തിൽ ലഭ്യവുമല്ല. കൊച്ചി മെട്രോ ഔദ്യോഗികമായി പുറത്തുവിട്ടുള്ള ലാഭനഷ്ട കണക്കിൻ്റെ മറ്റൊരു കണക്ക് നമുക്ക് നോക്കിയാലോ. ആ കണക്കുകൾ ഇപ്രകാരമാണ്. 2024-2025 വരെയുള്ള 3 സാമ്പത്തിക വർഷത്തിൽ മെട്രോ പ്രവർത്തന ലാഭം നേടി. 2024-2025 മാത്രം 33.34 കോടി രൂപയാണ് മെട്രോ പ്രവർത്തന ലാഭം നേടിയത്. 2023-2024 വർഷത്തിൽ 22.94 കോടി രൂപയും അതിന് മുൻപത്തെ വർഷം 5.53 കോടി രൂപയുമായിരുന്നു പ്രവർത്തന ലാഭം. വരവും ചെലവും അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തന ലാഭം കണക്കാക്കിയിരിക്കുന്നത്. അതായത് ചെലവിനേക്കാൾ ഉയർന്ന വരുമാനം കഴിഞ്ഞ 3 വർഷങ്ങളിലും മെട്രോ നേടി. കൊച്ചി മെട്രോ ഓടി തുടങ്ങിയ 2017-2018 സാമ്പത്തിക വർഷത്തിൽ 24.19 കോടിയായിരുന്നു പ്രവർത്തന നഷ്ടം. ആദ്യ 5 വർഷം നഷ്ടത്തിൻ്റെതായിരുന്നു. എന്നാൽ 6-ാം വർഷം മുതൽ മെട്രോ പ്രവർത്തന ലാഭത്തിലേക്ക് വന്നു. ടിക്കറ്റ് വരുമാനമാണ് മുഖ്യം. എങ്കിലും ടിക്കറ്റ് ഇതര വരുമാനവും കൺസൾട്ടൻസി സർവീസും അതോടൊപ്പം ഇതര വരുമാനങ്ങളും കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. 2024-25 വർഷത്തിൽ ആകെ ലഭിച്ച വരുമാനം 182.37 കോടി രൂപയായിരുന്നു. ഇതിൽ 111.88 കോടി രൂപ ടിക്കറ്റ് വരുമാനത്തിൽ നിന്നായിരുന്നു. 55.41 കോടി രൂപ ടിക്കറ്റ് ഇതര വരുമാനവും 1.56 കോടി രൂപ കൺസൾട്ടൻസി സർവീസിൽ നിന്നുമാണ് ലഭിച്ചത്. 13.52 കോടി രൂപയാണ് മറ്റ് ഇതര വരുമാനത്തിൽ നിന്ന് കമ്പനി നേടിയത്. മറ്റിതര വരുമാനങ്ങളിൽ ടെൻഡർ ഫീൽ നിന്ന് ലഭിക്കുന്ന തുക, അതോടൊപ്പം ബാങ്ക് നിക്ഷേപത്തിൻ്റെ പലിശ എന്നിവ ഉൾപ്പെടും. അതേസമയം പ്രവർത്തന ലാഭം കണക്കാക്കുമ്പോൾ പദ്ധതിക്ക് വേണ്ടി എടുത്തിട്ടുള്ള വായ്പയുടെ പലിശ, അതോടൊപ്പം കാലപ്പഴക്കം മൂലം ഉണ്ടാകുന്ന നഷ്ടം എന്നിവ കണക്കാക്കുന്നില്ല. ഒരുപക്ഷെ ഇവ കണക്കാക്കിക്കൊണ്ടാകാം ധവളപത്രത്തിൽ കൊച്ചി മെട്രോ പ്രതിമാസം 35 കോടി രൂപ നഷ്ടത്തിലാണെന്ന് പറയുന്നത്. വളരെ വേഗം പ്രവർത്തന ലാഭത്തിലേക്കെത്തിയ രാജ്യത്തെ മെട്രോ സർവീസുകളിലൊന്നാണ് കൊച്ചി മെട്രോ. ഒരു കാര്യം പറയാതെ വയ്യ, നഗരത്തിൻ്റെ നട്ടിലായ പൊതുഗതാഗത സംവിധാനമായ മെട്രോയുടെ ലാഭം കണക്കിൻ്റെ കളത്തിൽ മാത്രം ഇട്ടുകൂട്ടാൻ കഴിയുന്നതല്ല. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.